ബൈബിൾ സ്റ്റഡി അത് നമ്മളുടെ ജീവിതത്തിന് ഒത്തിരി പ്രാധാന്യം ബൈബിൾ സ്റ്റഡിയില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് ദി ഇൻകാർണേറ്റഡ് വേർഡ് ദാറ്റ് was the reason for our salvation. And of course, if Jesus was not coming as the incarnated word of God, then certainly our salvation would not have been happening. യേശു കർത്താവ് ജഡാവതരണം ചെയ്ത് വന്നിരുന്നില്ലെങ്കിൽ നമ്മളുടെ രക്ഷ സാധ്യമാകത്തില്ലായിരുന്നു. സോ രക്ഷ സാധ്യമാക്കിയത് ദി ഇൻകാർണേറ്റഡ് വേർഡ് ഓഫ് ഗാഡ്. എന്നാൽ ആ രക്ഷയിൽ നമ്മളെ വളർത്തുന്നത് പത്രോസ് ഇപ്പോൾ ജനിച്ച ശിശുക്കൾ എന്നതുപോലെ രക്ഷയ്ക്കായി വളരുവാൻ മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിക്കും. What does it mean? The incarnated word made our salvation a reality, but if we want to grow in that salvation, we need the written word of God. So that is the reason why God has given us the written word of God. ഞാൻ ആഫ്രിക്കയിൽ പഠിപ്പിക്കുമ്പോഴെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. ആഫ്രിക്കയിലല്ല, എല്ലായിടത്തെയും കാര്യങ്ങൾ ഒരുപോലെയാണ്. First of all, we need to understand that there are two basic foundations for Christian life. ക്രിസ്തീയ ജീവിതത്തിന് രണ്ട് അടിസ്ഥാനങ്ങളുണ്ട്. The first basis is the written word of God or the Holy Scripture. And the second foundation is the Holy Spirit. ആദ്യത്തേത് വിശുദ്ധ തിരുവെഴുത്തുകൾ അല്ലെങ്കിൽ നമ്മുടെ ബൈബിൾ, തിരുവചനം, ദൈവവചനം. രണ്ട് വിശുദ്ധ തിരുവചനം, രണ്ട് പരിശുദ്ധ ആത്മാവ്. So the Holy Scripture and Holy Spirit. ക്രിസ്തീയ ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത് ഈ രണ്ട് അടിസ്ഥാനത്തിന്മേലാണ്. ഈ രണ്ട് അടിസ്ഥാനത്തിന്മേൽ നമ്മൾ പണിയുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് വളർത്താൻ കഴിയുകയില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് I will keep both the things. രണ്ട് നെറ്റ്വർക്കാ. ഞാൻ ഒരു മിനിറ്റ്. We have the incarnated word make our salvation a reality, and we have the written word of God that makes our makes us grow in the salvation. അത് രണ്ടും നമ്മൾ ഒരുപോലെ പ്രാധാന്യമുള്ളതായി നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ പറ്റുള്ളൂ. സോ ഇന്ന് നമ്മൾ രക്ഷയിൽ വർത്തക്ക രീതിയിലുള്ള ദൈവത്തിന്റെ വചനം 2 ദിവസത്തേക്ക് നമ്മൾ പഠിക്കുകയാണ്. ഞാന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ജോൺ ചാപ്റ്റർ 14. When we look at it, അത് നമ്മൾ കാണുമ്പോൾ, തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് let your hearts let you ഇതിങ്ങനെ പോവുകയാണ്. അപ്പോൾ കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. That is the most important thing we need to know. It is quite possible. വളരെ സാധ്യതയുണ്ട് നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാനായി. അങ്ങനെ ആ സാധ്യത കണ്ടുകൊണ്ടാണ്, കലങ്ങിപ്പോയാലും കുറ്റം പറയാൻ പറ്റത്തില്ല, കാര്യം സാഹചര്യം അങ്ങനെയാണ്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിന് തന്നെ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ
നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ കർത്താവ് ആ സാഹചര്യം പറയുകയാണ്. When he had gone out, Jesus, now is the Son of Man glorified and God is glorified in him. കർത്താവ് പറയുന്നത്, അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. യു സി, അപ്പോൾ ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ കാര്യം വായിക്കുമ്പോൾ എന്തോ ഒരു വലിയ കാര്യം മഹത്വപ്പെട്ടിരിക്കുന്നു. എന്തോ ഈ കർത്താവ് പറയുന്നത് എന്തുവാ? ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഗ്ലോറി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു കാര്യമുണ്ടല്ലോ. നമ്മുടെ മനസ്സിലായ ഒരു ചിന്തയുണ്ട്. നമ്മൾ ഗ്ലോറി എന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു ചിന്തയുണ്ട്. എന്നാല് ഇവിടെ കർത്താവ് താൻ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞപ്പോൾ കലങ്ങിപ്പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ കലങ്ങിപ്പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെങ്കിലും നിങ്ങൾ കലങ്ങിപ്പോകാതിരിക്കാനുള്ള കാരണം അതിനെക്കുറിച്ച് ഞാൻ പറയാം. പക്ഷേ ആ സാഹചര്യം നമ്മളൊന്ന് പറയുമ്പോഴാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് 13-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു എന്നാണ്. മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു. പക്ഷെ മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് എപ്പോഴാ? ജസ്റ്റ് ബിഫോർ ഹി വാസ് ഗോയിങ് ടു ദ ക്രോസ്. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് തിങ്. സോ how can you say that I'm going to be glorified? When therefore when he was gone, Jesus said, now is the Son of Man glorified. മനുഷ്യപുത്രൻ മഹത്വപ്പെടുന്നു, അതിനുള്ള സമയം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും. അപ്പൊ ക്രോസിന്റെ സമയത്താ പറയുന്നത് മഹത്വപ്പെടുമെന്ന്. അപ്പം ഈ ക്രൂശിന് മുമ്പായിട്ട് ഇങ്ങനെ പറയാനുള്ള കാര്യം എന്താണ്? അപ്പൊ ക്രൂശ് മഹത്വമാണോ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ വി നീഡ് ടു ആസ്ക്. Can you say that cross is glory? That is where Christianity is much different than all other religion. You need to know that Christianity, what is the difference between other religion and Christianity എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത്, there is only one thing, that is a cross, because in no other religion there is a cross. It is only in Christianity there is cross. അപ്പം അങ്ങനെ ഒരു ആ ക്രോസ് എക്സ്പീരിയൻസ്, അതിനെ മഹത്വം എന്ന് വിളിക്കുന്നത് ലോകത്തിന് സ്വാഭാവികമായി മനസ്സിലാക്കാൻ കഴിയുകയില്ല. യേശു പറയുകയാണ്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും, ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. ക്ഷണത്തിൽ മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞാൽ എന്താ? He is going to endure the cross. Is it glory? That is the question. And the world cannot understand. That's the reason why I say, നമ്മള് ഹീബ്രൂസിൽ വായിക്കുമ്പോഴത്തേക്ക് ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 9 ഓൺവേർഡ്സ് when we read, അവിടെ നമ്മൾ വായിക്കുന്നത്, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നമ്മൾ കാണും. യു സി, അവിടെ എഴുതിയിരിക്കുന്നത്, because Jesus of the suffering of death crowned with glory and honor. See,
He was crowned with glory and honor. എപ്പോഴ്? There is a question. When he was crucified. അപ്പൊ ക്രോസ്, അത് no one can understand or even no one can think about it. അവിടെയാണ്. But we see him for a little while was made lower than the angels, namely Jesus, crowned with glory and honor because of the suffering of death. മരണം അനുഭവിച്ചതുകൊണ്ട്. അവൻ മരണം അനുഭവിച്ചതാണ് യേശുവിന്റെ മഹത്വം എന്ന് കാണുന്നത്. എന്തുകൊണ്ടാണ് ക്രൂശ് ഒരു മഹത്വപൂർണമായ കാര്യമാകുന്നത്? വെറും ക്രൂശ് മഹത്വമാണെന്ന് പറയാൻ കഴിയില്ല. Sometimes, people say, oh, the cross. But whose cross? That is a question. That is very important. Even in Golgotha, we see 3 crosses. നമ്മൾ ഗോൽഗോത്തായിൽ പോലും 3 ക്രൂശ് കാണുന്നു. ആ 3 ക്രൂശില് 2 ക്രൂശും പ്രയോജനമൊന്നുമില്ല. യേശുവിന്റെ ക്രൂശ് കൊണ്ട് മാത്രമേ പ്രയോജനമുള്ളൂ. പലപ്പോഴും ക്രോസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. I have taken classes on 3 crosses on Golgotha. So, ആ ഓരോ ക്രോസിന്റെയും പ്രത്യേകത എന്താണ്? On one cross, what is happening? A thief is dying, and in the middle of the other crosses, Jesus, he is dying, and the third cross, it is also a cross of a thief. ഒന്നാമത്തെ ക്രൂശ് ഒരു കള്ളന്റെ ക്രൂശാണ്, രണ്ടാമത്തേത് യേശുവിന്റെ ക്രൂശാണ്, മൂന്നാമത്തേത് കള്ളന്റെ ക്രൂശാണ്. ഇതിനകത്ത് എല്ലാ ക്രൂശും കൊണ്ടും നമുക്ക് ഗുണമുണ്ടാകുന്നില്ല. ഈ 3 മരണത്തെയും കുറിച്ച് ഞാൻ ആ മെസ്സേജിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ദ ഫസ്റ്റ് പേഴ്സൺ, നമുക്ക് വേണമെങ്കിൽ അവനെ കുറിച്ച് പറയാം. യേശുവിനെ തള്ളിപ്പറഞ്ഞതായ, അല്ലെങ്കിൽ യേശുവിനെ പഴിക്കുകയും ദുഷിച്ചു. രണ്ടുപേരും പഴിച്ചു, ദുഷിച്ചു. പക്ഷെ നീ ദൈവപുത്രനെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക്, എന്നിട്ട് ഇറങ്ങി വന്ന് ഞങ്ങളെയും രക്ഷിക്ക് എന്നൊക്കെ പറഞ്ഞ ആ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മാനസാന്തരപ്പെടാത്ത കള്ളൻ, അവനും ക്രൂശിലല്ലേ മരിച്ചത്. He also died on a cross. And he died in his sin. അവൻ അവന്റെ പാപത്തിൽ മരിച്ചു. And the second cross, that is the cross of Jesus Christ. അവൻ മരിച്ചതോ, that is also related to sin, but he did not die in sin because Jesus never committed sin. യേശു ഒരിക്കലും പാപം ചെയ്തിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും യേശു പാപത്തിൽ മരിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. He died for sin of the mankind. The first person died in sin and Jesus died for sin. ഒരാൾ പാപത്തിൽ മരിച്ചു, രണ്ടാമത്തെ വ്യക്തി പാപത്തിന് വേണ്ടി മരിച്ചു. അവന്റെ പാപത്തിന് വേണ്ടിയല്ല, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു. ആ ക്രൂശ് കൊണ്ടേ നമുക്ക് ഗുണമുള്ളൂ. മൂന്നാമത്തെ കള്ളന്റെ പ്രത്യേകത, അവൻ മാനസാന്തരപ്പെട്ടു, അവൻ യേശുവിനെ സ്വീകരിച്ചു. അപ്പോൾ യേശു അവന് വേണ്ടി കൂടിയാണ് മരിച്ചത്. യേശുവിന്റെ മരണം ഏറ്റവും ആദ്യം പ്രയോജനം ചെയ്ത വ്യക്തി ഈ കള്ളനാണ്. Jesus died for the sins of mankind, but it is this thief who accepted Jesus and confessed Jesus. He is the one who gained because of the cross for the first time in history, because Jesus died for sin and for the sin of this man also. ആദ്യത്തെ ആള് പാപത്തിൽ മരിച്ചു, യേശു പാപത്തിന് വേണ്ടി മരിച്ചു. മൂന്നാമത്തെ ആളിന്റെ പ്രത്യേകത പറയുമ്പോൾ, he died to sin. അവൻ പാപത്തിനു മരിച്ചു. ആദ്യത്തെ ആള് പാപത്തിൽ മരിച്ചു, യേശു പാപത്തിന് വേണ്ടി മരിച്ചു. മൂന്നാമത്തെ വ്യക്തി പാപത്തിനു മരിച്ചു. ഏത് മനുഷ്യനും മരിക്കുന്നത് പാപത്തിലാണ്. Everyone is dying in sin unless and otherwise you make the death of Jesus yours. Because Jesus died for sin. യേശു പാപത്തിന് വേണ്ടി മരിച്ചു, മറ്റവൻ പാപത്തിൽ മരിച്ചു. എന്നാൽ നമ്മുടെ ചുമതല എന്നാണെന്നറിയാമോ? പാപത്തിനു മരിക്കണം. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. We need to die to sin. പാപത്തിന്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മരിച്ചവൻ റെസ്പോണ്ട് ചെയ്യത്തില്ല. അപ്പൊ പാപം വന്ന് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. ഇഫ് യു ആർ ഡൈഡ് ടു സിൻ, യു സീ ദ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് യേശുവിനെ മരണം അനുഭവിച്ചത് കൊണ്ട് we see him as glorified. That's what we see. We see Jesus crowned with glory and honor because of the suffering of death, so that by the grace of God he might taste death for everyone. എല്ലാവർക്കും വേണ്ടി മരണം അനുഭവിപ്പാൻ, മരണം ടേസ്റ്റ് ചെയ്യാനായിട്ട് അവനെ ദൈവം തെരഞ്ഞെടുത്തു. ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ. അത് ഒരു മഹനീയമായ കാര്യമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അഥവാ ക്രൂശീകരിക്കപ്പെടുന്നത് മഹത്വമാണ്. അതാണല്ലോ കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രൻ മഹത്വീകരിക്കപ്പെടുവാനുള്ള സമയമായിരിക്കും. നോക്ക്, ഹൗ ക്യാൻ എ നോർമൽ പേഴ്സൺ ബിലീവ് ഇറ്റ്? യേശുവിനെ സ്നേഹിക്കുന്ന എത്രയോ ആൾക്കാർ മറ്റു മതങ്ങളിലുണ്ട്. അവരൊക്കെ എന്നാ പറയുന്നത്? നല്ല മനുഷ്യനായിരുന്നു, പാവം, പക്ഷെ എല്ലാവരും കൂടെ പിടിച്ച് ക്രൂശിച്ചു. പ്രിയമുള്ളവരെ, ക്രൂശിച്ചില്ലായിരുന്നെങ്കിൽ ഈ യേശുവിനെ കൊണ്ട് എന്തോ ഗുണമാണ് നമുക്കുള്ളത്? അത് നമ്മൾ മനസ്സിലാക്കണം. നിത്യചൈതന്യ യതി ഈസ് എ ഫിലോസഫർ. യതി ഒരിക്കൽ എഴുതി, ക്രിസ്ത്യാനികളെല്ലാം യേശുവിന്റെ രക്തത്തെ കുറിച്ചാണ് പറയുന്നത്, എന്നാൽ ഞാൻ പറയുന്നത് യേശുവിന്റെ വാക്കുകളെ കുറിച്ചാണ്. അപ്പൊ അദ്ദേഹത്തിന് യേശു മരിച്ചത് അങ്ങോട്ട് പിടിച്ചിട്ടില്ല, പക്ഷെ യേശുവിന്റെ ഉപദേശങ്ങൾ അത് ഭയങ്കരമാണ്. അപ്പൊ ഞാനൊരു മറുപടി എഴുതി അതിന്. ഞാൻ എഴുതിയത് ഇങ്ങനെയാണ്: യേശുവിന്റെ വാക്കുകൾ അതുല്യമാണ്, അതിന് യാതൊരു സംശയമില്ല. യേശു സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല. ദാറ്റ് ഈസ് ഓൾ ട്രൂ. ബട്ട് ഇഫ് ഹി വാസ് നോട്ട് ഡൈയിങ്, then all his words would have been nothing to me. യേശു മരിച്ചില്ലായിരുന്നെങ്കിൽ അവന്റെ വാക്കുകൾ കൊണ്ട് എനിക്ക് എന്താ ഗുണം? നല്ല കുറച്ച് ഉപദേശങ്ങൾ തന്നത് അതിപ്പോ എല്ലാരും തരും. പക്ഷേ യേശുവിനെ യേശു ആക്കുന്നത് അവന്റെ ക്രൂശ് മരണമാണ്. യേശുവിനെ മഹനീയനാക്കുന്നത് ഇറ്റ് ഈസ് ഹിസ് ഡെത്ത്. അതാണ് മഹത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടുണ്ടായ ഗുണം വേഴ്സ് 10 ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 10, for it was fitting that for whom and by whom all things exist, in bringing many sons into glory, should make the founder of their salvation perfect through suffering. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ. അപ്പോൾ the Father glorified the Son. You know why? Because the Father wanted to take me to glory. എന്നെ മഹത്വീകരിക്കുവാൻ യേശുവിനെ ക്രൂശിക്കേണ്ടിയിരുന്നു. ആ യേശുവിന്റെ ക്രൂശ് മഹത്വീകരിക്കപ്പെടുന്നതാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനേകരെ തേജസ്സിലേക്ക് നടത്തുവാൻ, ഗ്ലോറിയിലേക്ക്. വൈ ഇറ്റ് വാസ് ഗ്ലോറി? ബിക്കോസ് ത്രൂ ഹിസ് ഡെത്ത് he was leading many to glory. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രൂശ് മഹത്വമാണ് എന്നുള്ളത് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യമല്ല. ആൻഡ് there are many people, ഈവൻ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ഒത്തിരി മെഗാ പ്രീച്ചേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ഒന്നുമല്ല, അവര് ടീച്ചേഴ്സ് ഒന്നുമല്ല, മെഗാ പ്രീച്ചേഴ്സ് ഒന്നും പറയാൻ പറ്റത്തില്ല, വലിയ പ്രീച്ചിങ് ഒന്നും ഇല്ല അവർക്ക്. മെഗാ പാസ്റ്റേഴ്സ് എന്നങ്ങ് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ സഭകളോ, ബിഗ് ചർച്ചസ്. പക്ഷെ അവർക്ക് ആർക്കും ക്രൂശ് വേണ്ട. നോ വൺ ഈസ് ലുക്കിംഗ് ഫോർ എ ക്രോസ്. ആൻഡ് ഈവൻ കേരളത്തിലെ ഒരു മെഗാ പ്രീച്ചർ ഒരിക്കൽ പറഞ്ഞതാണ്, ക്രൂശിൽ മരിച്ച യേശു ഒരു പരാജയമായിരുന്നു. ഒരു നാണവും ഇല്ലാതെ പറഞ്ഞതാ, ക്രൂശിൽ മരിച്ച യേശു ഒരു പരാജയമായിരുന്നു. എന്തൊരു കഷ്ടമാണെന്ന് പറ. അവരുടെ നോട്ടത്തിൽ ക്രൂശ് ഒരു പരാജയമാണ്. കാര്യം എന്താണെന്നറിയാമോ? ലോകത്തിന്റെ മുമ്പിൽ ക്രൂശ് ഒരു പരാജയമാണ്. ഇവരുടെ ഒന്നും കണ്ണ് തുറന്നിട്ടില്ല. ഈ മെഗാ പ്രീച്ചർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. Their eyes are not open. They are spiritually blind. And they are leading the blind. See? കുരുടനെ വഴി കാട്ടുന്നെന്ന് പറഞ്ഞതുപോലെയാ ഈ മെഗാ പ്രീച്ചേഴ്സ്. അവര് കുരുടന്മാരാണ്,
കുരുടന്മാരെല്ലാം അവരുടെ കൂടെ കൂടുകയും ചെയ്യും. ഇതൊരു വലിയ വിഷയമാണ്. ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. ക്രൂശിൽ മരിച്ച യേശു ഒരു പരാജയമായിരുന്നു. എന്തൊരു കഷ്ടമാ പ്രിയമുള്ളവരെ. ക്രൂശ് പരാജയമല്ല, ഇറ്റ് ഈസ് ഗ്ലോറി. യു സി, വേദപുസ്തകത്തിന്റെ ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ടേക്ക് ദ കേസ്, ഇവര് വേദപുസ്തകം വായിക്കത്തില്ലല്ലോ. They don't read Bible. Even they are not coming with the Bible. They are not taking the Bible. They are not reading Bible. You see the difference. ഇന്നത്തെ preachers-ന്റെ ഒക്കെ പ്രത്യേകതയാ. They are not taking Bible. They are not saying something. Some verses are there. അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്കുകളെല്ലാം അർത്ഥം തെറ്റിച്ചാ പറയുന്നതും. കൊലോസിയൻസ് ചാപ്റ്റർ 2 ഒരു വേഴ്സ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ, വേഴ്സ് അത്, because I am telling all these things because there are a lot of false teachings in these days. Even though I may not be able to complete my messages in 2 days, I just want to make you understand or aware of the false teachings these mega preachers are preaching. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നത്. കൊലോസിയൻസ് ചാപ്റ്റർ 2 അവര് പറയുന്ന വേഴ്സ് 13 ഓൺവേർഡ്സ് നമ്മൾ വായിക്കുമ്പോൾ, കൊലോസിയ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ, അതിക്രമങ്ങളിലും പാപങ്ങളിലും 14-ാമത്തെ വാക്യം, വേഴ്സ് 14, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. Having blotted out the bond written in ordinances that was against us, which was contrary to us, and he hath taken it out that way, and nailing it to the cross. You see, അവിടെ പറയുന്നതായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച്, വായിക്കുന്നവര് നിർത്തേണ്ടടുത്ത് നിർത്തണം, കോമ ഉള്ളിടത്ത് അല്ലെങ്കിൽ പോസ് ചെയ്യേണ്ടടുത്ത് പോസ് ചെയ്യണം. പലപ്പോഴും നമ്മൾ ഈ വേദോസൊക്കെ വായിക്കുമ്പോൾ, that is also I want to tell that when you read Bible, be very careful how do you read. ചിലരിങ്ങനെ വായിച്ചു പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവും, അങ്ങനല്ല എഴുതിയിരിക്കുന്നു. അതിക്രമങ്ങളൊക്കെയും ക്ഷമിച്ച ചട്ടങ്ങളാലെന്നല്ല, അതിക്രമങ്ങളൊക്കെയും ക്ഷമിച്ച്, നോക്ക്, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പോൾ അവൻ നമ്മളെ അതിക്രമങ്ങളെ ക്ഷമിച്ചു. അപ്പോൾ ഈ അതിക്രമങ്ങളെ ക്ഷമിച്ചാലും നമുക്ക് വിരോധമായിട്ട് ഒരു കൈയെഴുത്തുണ്ടായിരുന്നു. ഈ മെഗാ പ്രീച്ചേഴ്സ് പ്രസംഗിക്കുന്നറിയാമോ? അതാണ് ന്യായപ്രമാണം. നമുക്ക് വിരോധമായി ഉള്ള കൈയെഴുത്താണ് ന്യായപ്രമാണം. കൈയെഴുത്ത് ന്യായപ്രമാണമാണെന്നല്ല പറയുന്നത്, ന്യായപ്രമാണത്താൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്, അല്ലാതെ ന്യായപ്രമാണമല്ല. ന്യായപ്രമാണം ആർക്കും എതിരല്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യക്കാരനെ കൊല്ലാൻ ഉണ്ടാക്കിയതാണോ? അല്ല, മനുഷ്യനെ രക്ഷിക്കാൻ ഉണ്ടാക്കിയതാ ഇന്ത്യൻ പീനൽ കോഡ്. കാര്യം, ഒരുത്തൻ കൊല്ലാൻ വന്നാൽ അവനെ പിടിച്ച് ജയിലിടാനുള്ളതാ ഇന്ത്യൻ പീനൽ കോഡ്. അല്ലാതെ വഴിയെ മാനമര്യാദയ്ക്ക് നടക്കുന്നവരെ കൊല്ലാനുള്ളതല്ല ഇന്ത്യൻ പീനൽ കോഡ്. ഇതുപോലെ ദൈവത്തിന്റെ ന്യായപ്രമാണം നമ്മളെ കൊല്ലാൻ ഉണ്ടാക്കിയതല്ല, ജീവിപ്പിക്കാൻ ഉണ്ടാക്കിയതാണ്. പൗലോസ് അത് പറയുന്നുണ്ട്. ജീവിതത്തിന് വേണ്ടി, ജീവന് വേണ്ടി ഉണ്ടാക്കിയതാണ് ന്യായപ്രമാണം. പക്ഷെ അത് മരണ കാരണമായി തീരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അത് തെറ്റിക്കുമ്പോഴാണ്. ഇന്ത്യൻ പീനൽ കോഡ് നിലവിലുള്ളത് കൊണ്ട് ഒരു ഇന്ത്യക്കാരനെയും ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ട്, അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുകയാണ് എന്ന് പറഞ്ഞ് വധശിക്ഷയ്ക്ക് വിധിക്കത്തൊന്നുമില്ല. എപ്പോഴാണെന്ന് അറിയാമോ? നീ ഒരുത്തനെ കൊന്നാൽ നിന്നെ വധശിക്ഷയ്ക്ക് വിധിക്കും. പക്ഷെ അപ്പോഴും
വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിന്, സപ്പോസ് you are getting a capital punishment because you killed or murdered somebody, ഇന്ത്യൻ പീനൽ കോഡ് അല്ല നിനക്കെതിരായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നിന്നെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമാകുന്നത് നിന്റെ ചാർജ് ഷീറ്റാ, കുറ്റപത്രം എന്ന് പറയുമല്ലോ. എന്താണ് കുറ്റപത്രം? ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെ നീ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന നിന്റെ തെറ്റുകളുടെ, കുറ്റങ്ങളുടെ ലിസ്റ്റാണ് കുറ്റപത്രം. It is a list of sins that you have committed. So when there is a list of your sins which you have committed, and then certainly you are punishable. കുറ്റപത്രം, ചാർജ് ഷീറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ശിക്ഷയുണ്ട്. ന്യായപ്രമാണം അവിടെ ഇരിക്കുന്നത് കൊണ്ട് ആരെയും വധശിക്ഷയ്ക്ക് വിധിക്കത്തില്ല. പക്ഷേ ഈ കുറ്റപത്രത്തിന് ബലം കൊടുക്കുന്നത് ന്യായപ്രമാണമാണ്. ദാറ്റ്സ് ഓൾ. കാര്യം പ്രമാണം ഉള്ളത് കൊണ്ടാണ് പ്രമാണം തെറ്റിക്കുന്നത്. There is a law, and if you disobey the law, then you know what happens? Then there will be a charge sheet that speaks about. അപ്പം പബ്ലിക് പ്രോസിക്യൂട്ടർ ചാർജ് ഷീറ്റ് കൊണ്ടുവന്ന് ജഡ്ജിയെ കൊടുക്കും. അത് വെച്ചാണ് നിന്നെ ശിക്ഷിക്കുന്നത്. യു സീ ദ ഡിഫറൻസ്? എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ യേശു കർത്താവ് ചെയ്തതെന്നറിയാമോ? പബ്ലിക് പ്രോസിക്യൂട്ടർ കയ്യിൽ നിന്ന് ഈ ചാർജ് ഷീറ്റ് ഇങ്ങ് വാങ്ങിച്ചു. ചാർജ് ഷീറ്റ് വാങ്ങിച്ചിട്ട് he nailed it to the cross, ക്രൂശിൽ തറച്ചു. പാരഫ്രേസ് വേർഷനിൽ എഴുതിയിരിക്കുന്നത് he blotted it out with his blood. അവന്റെ രക്തത്താൽ അവൻ അതിനെ ഒപ്പിയെടുത്തു. blotted it out. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡീഇങ്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു വാക്ക്. You all know we are always, recycling newspapers and all. Newspaper നമ്മൾ റീസൈക്കിൾ ചെയ്യുമ്പോൾ, the first process is de-inking. De-inking എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ന്യൂസ് പേപ്പറിലെല്ലാം കറുത്ത മഷി കൊണ്ട് കാർബൺ ഉണ്ടല്ലോ, ഈ കാർബൺ എല്ലാം ഇങ്ങ് ഒപ്പിയെടുത്ത് കളഞ്ഞിട്ട് കെമിക്കൽ ഉപയോഗിച്ച് അത് വലിച്ചെടുത്ത് കളഞ്ഞിട്ടാണ് ഇത് റീസൈക്കിൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ റീസൈക്കിൾഡ് പേപ്പർ വൈറ്റ് ആയിരിക്കത്തില്ല. റീസൈക്കിൾഡ് പേപ്പർ വൈറ്റ് ആയിരിക്കുന്നത് കാർബൺ ഇല്ലാത്തത് കൊണ്ട്. ഇതുപോലെ കാൽവറി ക്രൂസിൽ യേശു എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, വാട്ട് ഹി ഡിഡ്? പ്രോസിക്യൂട്ടറുടെ കയ്യിൽ നിന്ന് ചാർജ് ഷീറ്റ് ഇങ്ങ് വാങ്ങിച്ചു. ചാർജ് ഷീറ്റ് വാങ്ങിച്ചിട്ട് he nailed it to the cross. അതിന് കഴിഞ്ഞത് എങ്ങനെയാ? ഈ ചാർജ് ഷീറ്റ് അവന്റേതാക്കി. അവൻ എന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് അതിന്റെ ശിക്ഷ വഹിച്ചു. he nailed it to the cross. അവന്റെ രക്തം കൊണ്ട് അതിനെ ഒപ്പിയെടുത്തു. അപ്പോൾ ചാർജ് ഷീറ്റ് നീക്കിക്കളഞ്ഞു. ചാർജ് ഷീറ്റേ നീക്കിയുള്ളൂ, ന്യായപ്രമാണം നീക്കിയില്ല. മെഗാ പ്രീച്ചേഴ്സ് പറയുന്നത് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചതോടുകൂടെ ഇനി നിയമങ്ങളൊന്നുമില്ല. ന്യായപ്രമാണം അവൻ കാൽവറി ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അങ്ങനെ അല്ല എഴുതിയിരിക്കുന്നത്. You need to know what is written. Certainly you need to read Bible. I am so sorry to say, in these days people are not reading Bible carefully. What is written there? It is not written that he nailed the law to the cross. No. He nailed the charge sheet of all mankind. എല്ലാ മനുഷ്യരുടെയും പാപങ്ങളുടെ ലിസ്റ്റ് അവൻ പബ്ലിക് പ്രോസിക്യൂട്ടർ പിശാചിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിനെ നടുവിൽ തറച്ചു, ക്രൂസിൽ തറച്ചു. He blotted it out with blood. So you know what happened? ഇനിയിപ്പോൾ പിശാചിന്റെ കയ്യിൽ എനിക്കെതിരെ ആയുധമില്ല. അത് താഴെ പറയുന്നത്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. Having despoiled the principalities and powers, he made a show of them openly, triumphing over them in it.
ആയുധവർ ഡിസാംഡ്, അവിടെ എഴുതിയിരിക്കുന്ന വാക്കതാണ് ഈ ഡിസാംഡ്, ആയുധവർഗം വെപ്പിച്ചു. വാട്ട് ഡസ് ഇറ്റ് മീൻ? ആകെ പിശാചിന്റെ എനിക്കെതിരായിട്ട് പിശാചിന്റെ കയ്യിലുള്ള ആയുധം എന്നാണെന്നറിയാമോ? ആകെ ഒരു ആയുധമേ ഉള്ളൂ, ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റ്. നമ്മളെയൊക്കെ ചുമ്മാ പ്രവാചകന്മാർ വന്ന് പേടിപ്പിക്കും. അവന്റെ കയ്യിൽ ഒത്തിരി ആയുധങ്ങളുണ്ട്, അവൻ മൊട്ടയിലൂടെ കയറും, ചെമ്പ് തകിട് കുഴിച്ചിടും, അതിലേക്കൂടെ കയറും എന്നൊക്കെ പറയും. ഇതൊന്നും വിശ്വസിക്കരുത് കേട്ടോ. പിശാചിന്റെ കയ്യിൽ ആകെപ്പാടെ ഒരായുധമേ ഉള്ളൂ, അല്ലാതെ അയൽവക്കക്കാരൻ മുട്ട തന്നു കഴിഞ്ഞാൽ തിന്നാതിരിക്കൊന്നും വേണ്ട. ഞാൻ ആഫ്രിക്കയില് മന്ത്രവാദികളുടെ കൂടാരത്തിലാണ് താമസിക്കുന്നത്, അവരുടെ ഇടയ്ക്ക. അപ്പൊ പാസന്മാർക്ക് പോലും പേടിയാ, പാവങ്ങൾ. കാര്യം ഇവരിതെല്ലാം കണ്ട് ജീവിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പേടിയാ. അപ്പൊ ഇവരെ തന്നെ ഒന്ന് മാറ്റിക്കൊണ്ടുവരാൻ ഞാൻ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യേ, ഇവിടെയുള്ള ഏറ്റവും വലിയ ദുർമന്ത്രവാദികൾ, അവിടെ നല്ല മന്ത്രവാദിയുണ്ട്, ദുർമന്ത്രവാദിയുണ്ട്. വൈറ്റ് മജീഷ്യൻസ് ആൻഡ് ബ്ലാക്ക് മജീഷ്യൻസ്. വൈറ്റ് മജീഷ്യൻസ് ഈ മരുന്നൊക്കെ ഓതി കൊടുക്കുന്ന പാർട്ടികളാണ്. ബ്ലാക്ക് മജീഷ്യൻസ് അങ്ങനല്ല, നമ്മളെ ഉപദ്രവിക്കത്തക്ക രീതിയിൽ അവരുടെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. അവർ മുട്ടയൊക്കെ തരും, ചിലപ്പം കോഴിയെ തരും, അതൊക്കെ തിന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറ് പൊട്ടിച്ചാകും, അങ്ങനെയൊക്കെ അവരുടെ പേടിയൊക്കെ. ഞാൻ ഒരു കമ്പനിയിൽ ഒരു പ്രാവശ്യം ചെന്നപ്പം കോഴി ഓഫീസിനകത്തൂടെ കയറി ഇറങ്ങാൻ പറ്റും. ഞാൻ ചോദിച്ചു, ഈ കോഴി എന്നെ ഓടിച്ചൂടാ? അയ്യോ അത് പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, എന്തുവാ? ഇത് മന്ത്രവാദം ചെയ്ത കോഴിയാ. മന്ത്രവാദം ചെയ്ത കോഴിയോ? ആ, ഇവിടെ തൊഴിലാളികൾ വരുന്നില്ലായിരുന്നു, അപ്പൊ ഞങ്ങൾ ഒരു മന്ത്രവാദിയെ വിളിച്ചു, മന്ത്രവാദം ചെയ്യിച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞു, അതിനെ തല്ലിക്കൊന്ന് തിന്നല്ലോ. ഓ നല്ല കാര്യമായി, അത് തിന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറ് പൊട്ടിച്ചാകും, അതുകൊണ്ട് ആരും മന്ത്രവാദം ചെയ്ത കോഴിയെ തൊടത്തില്ല. കോഴി ഓഫീസിനകത്തുള്ള കയറി ഇറങ്ങി നടക്കുക, കഷ്ടിക്കുകയും. നല്ല ഓഫീസൊക്കെയാ, കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ അവരുടെ ഫെയ്ത്ത്, അവരുടെ വിശ്വാസം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ജീവിക്കുന്ന എന്റെ അടുത്താ ഇവിടുത്തെ ഈ ചോട്ടാ മന്ത്രവാദത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ഞാൻ ഇവരോട് പറയും, നിങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയ ദുർമന്ത്രവാദിയോട് ചെന്നിട്ട് പറ, ഈ ഇന്ത്യ എന്നൊരു മിഷണറി വന്നിട്ടുണ്ട്, അയാൾ ഈ മന്ത്രവാദം എല്ലാം വെറുതെയാണെന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്, അതുകൊണ്ട് അങ്ങേർക്കെതിരെ വലിയൊരു മന്ത്രവാദം ചെയ്ത് നമുക്കൊരു മുട്ടയ്ക്കകത്തോ വല്ലതും ആക്കിയിട്ട് അങ്ങേർക്ക് കൊടുക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര വലിയ മന്ത്രവാദം ചെയ്ത് മുട്ട കൊണ്ടു തന്നാലും ഞാൻ തിന്നോളാം, ചീമൊട്ടയാകരുതെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇന്നിപ്പോ ഇതൊക്കെ പറഞ്ഞ മനുഷ്യനെ പേടിപ്പിക്കുന്നു. പാരമ്പര്യ ശാപം, നിന്റെ 8ാമത്തെ തലമുറയിലെ വല്യപ്പൻ അന്യാരാധന നടത്തിയിട്ടുണ്ട്, അതെല്ലാം കൂടെ നിന്റെ തലയിൽ അടിച്ചു കയറ്റാൻ ദൈവം നോക്കിയിരിക്കുകയാണ്. ഇവരുടെ ദൈവം ഏത് ദൈവം എനിക്കറിയത്തില്ല. They are preaching another gospel, they preach another Jesus. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ അടുത്തൊരു പയ്യൻ, ദുബായിലുള്ള ഒരു പയ്യനല്ല, ഒരാൾ വന്നിട്ട് വന്നു പറഞ്ഞു, അവന് ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ടു. യാക്കോക്കാർ, അവരുടെ വീട്ടുകാരെല്ലാം, അവന്റെ വല്യപ്പത്തുള്ള എല്ലാം വലിയ ഫാമിലിയിലെ. അപ്പൊ അവൻ അവിടെ ദുബായ് വെച്ച് രക്ഷിക്കപ്പെട്ടു. ഒരു കമ്പനിയുടെ ഒരു മാനേജറായിരുന്നു. പക്ഷെ ജോലി പോയി കഴിഞ്ഞിട്ട് അവന് കയ്യിൽ കാശുണ്ടായിരുന്നു, ഒരു ബിസിനസ് ചെയ്തു. ബിസിനസ് പൊട്ടിപ്പോയി. ബിസിനസ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇവൻ പിന്നെ ഭാര്യയും മക്കളെയും ഒക്കെ നാട്ടിൽ വിട്ടിട്ട് ബാക്കി കുറച്ച് പൈസ ഉണ്ടായിരുന്ന എല്ലാം കൂടെ ഒരു കൂട്ടുകാരനല്ല, ഒരു ബിസിനസ്സുകാരൻ. കാര്യം ഇവന് ബിസിനസ് ഒന്നും അറിയത്തില്ല. അപ്പം ബിസിനസ് അറിയാവുന്ന ഒരാളുടെ പാർട്ട്ണറായി കാശ് കൊടുത്ത് അയാൾ ഇവനെ കളിപ്പിച്ചു. അങ്ങനെയുള്ള കാശ് പോയി. ഒടുവിൽ പിന്നെ ഒരു ചെറിയ ജോലി ചെയ്തു. ഒരു ചെറിയ റൂമിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിസിറ്റിംഗ് പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഇതൊന്നും ബ്രദറിന്റെ കുഴപ്പമല്ല. പിന്നെ ബ്രദറിന്റെ പഴയ തലമുറയിൽ, മൂപ്പന്മാരിൽ 6ാമത്തെ തലമുറയിൽ, 6ാമത്തെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്, 6ാമത്തെ തലമുറയിൽ ഒരു വല്യപ്പൻ അന്യാരാധന നടത്തിയിട്ടുണ്ട്. അതാണ് ബ്രദറിന് ഇതെല്ലാം വരാൻ കാര്യം. പാരമ്പര്യ ശാപമാണ്. അപ്പൊ ഇവനിത് വിശ്വസിച്ചു. ഇയാളെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുക. ആകെപ്പാടെ ഒരു മുറിയേ ഉള്ള വീട്ടിൽ. അവന്റെ ഭാര്യ മക്കളും നാട്ടില്ല. പിന്നെ പാസ്റ്റർക്ക് ചോറ് ഉണ്ടാക്കി, കഞ്ഞി ഉണ്ടാക്കി, ഇതെല്ലാം കൊടുത്ത് ഇവനവിടെ താമസിപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് എന്നെ കണ്ടത് പറയാ, അച്ഛാ, ആ ദൈവദാസം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഇത് അറിയും? എനിക്കറിയാമോ എന്റെ വല്യപ്പനെ, 6ാമത്തെ തലമുറയിലെ വല്യപ്പനെ വല്ല എനിക്കറിയാമോ? അദ്ദേഹം വന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞത് കൊണ്ടല്ലേ അച്ഛാ ഞാനിത് മനസ്സിലാക്കിയത്. അദ്ദേഹം പറഞ്ഞു 13 ഘട്ടമുണ്ടെന്ന്. എന്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, 3 എണ്ണം പൊട്ടി, ഇനി 10 എണ്ണം ബാക്കിയുണ്ട് അച്ഛാ, അതുകൂടെ പ്രാർത്ഥിച്ച് പൊട്ടിച്ചു തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ബന്ധനം അഴിച്ചു തരാമെന്ന്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മക്കളെ, നീ അയാളെ പറഞ്ഞുകൂടാ ആദ്യം. ഞാൻ ചോദിച്ചു, നമ്മളെയൊക്കെ ഈ വല്യപ്പന്മാരുണ്ടല്ലോ, ഓർത്തഡോക്സിലെയും യാക്കോബായിലും ഒക്കെ വല്യപ്പന്മാരുണ്ടല്ലോ, ഇവരെല്ലാം അന്യാരാധന നടത്തിയിട്ടുണ്ട്. നമ്മൾ മാത്രമൊന്നുമല്ല. പണ്ടൊക്കെ ഇതൊക്കെ എന്തുവാ, ഞാറ്റുവേലയും മറ്റേ മറിച്ചതും, ഇവരെ കൃഷിക്കും എല്ലാത്തിനും ഇവരൊക്കെ മന്ത്രവാദമൊക്കെ ചെയ്തു.
അന്യാരാധന നമ്മളെയൊക്കെ തലമുറയിലുണ്ട്. പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ 6ാമത്തെ തലമുറയിലെ വല്യപ്പനെ നീയും കണ്ടിട്ടില്ല, നിന്റെ വല്യപ്പൻ പോലും കണ്ടിട്ടില്ല. നിന്റെ വല്യപ്പന്റെ നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. അങ്ങേര് അന്യാരാധന നടത്തിയിട്ട് അങ്ങേർക്കൊന്നും പറ്റിയില്ല, അങ്ങയുടെ മക്കൾക്കൊന്നും പറ്റിയില്ല, കൊച്ചുമക്കൾക്ക് പറ്റിയില്ല, കൊച്ചുമക്കളുടെ കൊച്ചുമക്കൾക്കും പറ്റിയില്ല. ഒടുവിൽ നീ ഒന്ന് രക്ഷിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അതെല്ലാം കൂടെ നിന്റെ തലയിലോട്ട് അടിച്ചു കയറ്റുന്ന ദൈവം എന്നാ ദൈവമാണ്? ചുമ്മാ വെറുതെ ഇതിന്റെ ഒന്നും പുറകെ പോകരുത് കേട്ടോ. പാരമ്പര്യ ശാപം ഇപ്പൊ പൊട്ടിച്ചു തരാം. ദൈവസന്നിധിയിൽ നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് വരിക, അത്രേ ഉള്ളൂ. അല്ലാതെ പാരമ്പര്യ ശാപം മറ്റേ ശാപം എന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഇതിന് ചെവി കൊടുക്കരുത്. അവരൊക്കെയാ പറയുന്നത് ന്യായപ്രമാണമില്ല ബ്രദറെ, ന്യായപ്രമാണമില്ല. ഇനിയിപ്പോൾ കൽപ്പനകളൊന്നുമില്ല. ന്യായപ്രമാണമല്ല കർത്താവ് നീക്കിക്കളഞ്ഞത്. കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നത്. പിന്നെ ഇവരെവിടുന്ന ഈ വാക്യം കണ്ടുപിടിക്കുന്നത്? ഇതൊക്കെ കേട്ട് നിങ്ങൾ എന്താ ഈ മിണ്ടാതിരിക്കുന്നതെന്ന് എന്റെ ചോദ്യം. I just want you to be wise. That is the reason why even Pastor Biju was saying, ബിജു പാസ്റ്റർ പറഞ്ഞ എന്താ, നിങ്ങൾ വചനം പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയില്ല. You will know the truth and the truth shall make you free. And what is truth? In John chapter 17, Jesus said, sanctify them, O Father, with the truth, and your word is the truth. പിതാവേ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അപ്പോൾ വിശുദ്ധി പ്രാപിക്കണമെങ്കിൽ സത്യം വേണം. സത്യം എന്താണെന്ന് കർത്താവ് തന്നെ പറഞ്ഞു, നിന്റെ വചനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വചനത്താൽ വിശുദ്ധീകരണം പ്രാപിക്കാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ക്രൂശ് മഹത്വമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? ഇവിടെ അതിക്രമങ്ങളൊക്കെ നമ്മൾ ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത്, അതായത് നമ്മുടെ ചാർജ് ഷീറ്റ്, അത് ക്രൂശിൽ മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നമുക്ക് വിരോധമായിട്ട് പിശാചിന്റെ കയ്യിലിരുന്ന കൈയെഴുത്ത്. ഇപ്പൊ കുറച്ചുകൂടെ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പാപത്തിന്റെ കാര്യമില്ല, കടമായിക്കോട്ടെ. ഞാനൊരു 10 ലക്ഷം രൂപ ഒരാളോട് കടം വാങ്ങിച്ചു. കടം വാങ്ങിച്ചാൽ ഞാന് ഓഫ് കോഴ്സ് ഐ വിൽ റൈറ്റ് ഡൗൺ 1 million ഞാൻ കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി ഞാൻ ആ കടത്തിന്റെ പത്രം ഐ ഹാവ് ബോട്ട് 1 million rupees ഫ്രം യു എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും. ഇത് തന്നു വീട്ടിൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി കൊടുക്കും. അത് എഴുതി കൊടുത്താൽ അയാൾ ഇങ്ങോട്ട് കാശ്, ഇപ്പൊ നമ്മൾ കാശ് വാങ്ങിക്കുമ്പോൾ ഇത് എഴുതി കൊടുക്കണം. എന്നിട്ട് അങ്ങനെ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തെന്ന് വെക്കുക. കേസ് ഫയൽ ചെയ്യാൻ നേരം എന്റെ അപ്പൻ വന്നിട്ട് ഇയാള് ഈ 1 million കൊടുത്തു. ഏത് അപ്പനാണെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്നാ? ആദ്യം ചെയ്യുന്ന കാര്യം ഞാൻ എഴുതി കൊടുത്ത ആ നോട്ട് ഉണ്ടല്ലോ, അത് തിരിച്ചു വാങ്ങിക്കുക. കാര്യം അത് അവന്റെ കയ്യിൽ ഇടുന്ന പിന്നെയും എന്നെ അവന് പിടിച്ചോണ്ട് പോവാം. അവന്റെ കയ്യിൽ ആകെ എനിക്കെതിരെ ഉള്ള ഒരു ആയുധമേ ഉള്ളൂ, ഞാൻ എഴുതി കൊടുത്ത നോട്ട്. യേശു കർത്താവ് എന്റെ പാപക്കടം അവൻ വീട്ടിൽ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവന്റെ കൈ പിന്നെയും അത് വെച്ചു കൊടുക്കുമെന്ന്? പിശാചിന്റെ കയ്യിൽ. കർത്താവ് എന്നെ മണ്ടനാന്നോ? ആദ്യം അതിങ്ങ് വാങ്ങിച്ചു, എന്നിട്ടാ ഇത് കൊടുത്തു വീട്ടിയത്. കൊടുത്തു വീട്ടി എന്നൊക്കെ പറയുന്നത് ഹ്യൂമൻ ടേംസ് ആണ്. അതിനകത്തൊന്നും തിയോളജി ഉണ്ടാക്കാനല്ല. തിയോളജി ഉണ്ടാക്കണ്ട. ഈ ഉദാഹരണത്തിൽ നിന്ന് തിയോളജി ഉണ്ടാക്കരുത് കേട്ടോ, അത് വലിയൊരു പ്രശ്നമാണ്. എന്തെങ്കിലും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെ അതിന്റെ അകത്തൊന്ന് തിയോളജി ഉണ്ടാക്കരുത്. തിയോളജി ഉണ്ടാക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നല്ല, ഉദാഹരണത്തിൽ നിന്നല്ല. ഓക്കെ, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. കർത്താവ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. He proclaimed victory. That is what we see. See, triumphing over them. Victory over them. Proclaimed victory.
നമ്മള് ദൃശ്യതലത്തിൽ ലോക മനുഷ്യൻ നോക്കുമ്പോൾ കാണുന്നതും ആത്മ മനുഷ്യൻ നോക്കുമ്പോൾ കാണുന്നതും രണ്ടും രണ്ടാണ്. ലോക മനുഷ്യൻ നോക്കുമ്പോൾ ഏലോവായി ഏലോവായി ലമ സബക്താനി, ദൈവമേ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് കരയുന്ന യേശുവിനെ മാത്രമേ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ, കണ്ണുകൾ കൊണ്ട്, ലോക മനുഷ്യന്. പക്ഷേ ആത്മ മനുഷ്യന് കാണാൻ കഴിയുന്ന എന്താണെന്നറിയാമോ? പോൾ പറയുക, അത് വിലാപമല്ല, അത് ജയോത്സവമാണ്. ക്രൂശ് പരാജയമാണെന്ന് പ്രസംഗിക്കുന്ന മെഗാ പ്രീച്ചർ, എന്റെ പൊന്ന് സഹോദര, ഇവിടെ എഴുതിയിരിക്കുന്നു ക്രൂശ് പരാജയമാണെന്നല്ല, ക്രൂശിന്മേൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. proclaimed victory, that he was shouting joyfully. He was shouting, now Tetelestai, കൊടുത്തു വീഴ്ത്തി, ഇനി ഒരുത്തനും എന്റെ മക്കളെ ഒന്നും ചെയ്യത്തില്ല, because I have paid everything in full. അത് ജയോത്സവമാണ്. അതുകൊണ്ട് ക്രൂശ് പരാജയമാണെന്നൊക്കെ ചുമ്മാ കയറി പറഞ്ഞേക്കരുതേ. എന്തോ ചെയ്യാനാ, പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 100 എണ്ണം കേൾക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഞാൻ ചിലപ്പോ ആലോചിക്കും, എടാ ഈ ആഫ്രിക്കയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ പോയി പാവങ്ങളിടയ്ക്ക് സുവിശേഷ വേല ചെയ്യുന്നതാണ് നല്ലത്. പിന്നെയും ഇവിടെ ഈ യുവന്മാരൊക്കെ കിടന്ന് വിളയുന്ന കാണുമ്പോൾ ഇതിനെ കുറിച്ചുകൂടെ പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അല്ലാതെ നമുക്ക് വേറെ അവിടെ ഇഷ്ടംപോലെ പണിയുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തോ ചെയ്യാനാ, നമ്മളെ വിശ്വാസികളെയൊക്കെ വഞ്ചിക്കുന്നതായ വഞ്ചകരെ കൊണ്ട് നിറഞ്ഞിരിക്കും. യേശു പറയുകയാണ്, you know, I'm going to be glorified. How can you say that? I'm going to be crucified. He said, I'm going to be glorified. How come? I'm going to be crucified. Who can believe it? ഞാൻ മഹത്വീകരിക്കപ്പെടുവാൻ പോകുകയാണ്. പിതാവ് എന്നെ മഹത്വീകരിക്കാൻ പോകുകയാണ്. വലിയ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. എന്റെ അപ്പൻ എന്നെ മഹത്വീകരിക്കാൻ പോകുകയാണ്. എങ്ങനെ? എന്നെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട്. ഇതൊക്കെ സാധാരണക്കാരന് മനസ്സിലാകുമോ? ഈ പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു ലോക മനുഷ്യന് ഇത് മനസ്സിലാകുമോ? മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമുള്ള പ്രത്യേകതയാണ് ക്രോസ്. ആൻഡ് ദാറ്റ് ക്രോസ് is not a failure, that is the cause of victory. വിജയത്തിന്റെ അടിസ്ഥാനമാണ് ക്രൂശ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ജീസസ് ഈ 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, എന്താണ് നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങിപ്പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബിക്കോസ് ജീസസ് ഈസ് അനൗൺസിങ് ഹിസ് ഡിപ്പാർച്ചർ. അവിടെ 3.5 വർഷം കൂടെ നടന്ന യേശു ഇപ്പൊ പറയാണ്, ഞാൻ പോവുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. 13-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, കുഞ്ഞുങ്ങളെ ഇനി കുറഞ്ഞോന്, 31 മുതൽ നമ്മൾ വായിച്ചായിരുന്നല്ലോ, മഹത്വപ്പെടുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷണത്തിൽ അവനെ മഹത്വീകരിക്കും. 33, കുഞ്ഞുങ്ങളെ ഞാൻ ഇനി കുറഞ്ഞോന് മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും. ലിറ്റിൽ ചിൽഡ്രൻ, yet little while I am with you. You shall seek me, and as I said unto the Jews, whither I go, ye cannot see, ye cannot come, so now I say unto you. നോക്കുക, I am leaving. ഞാൻ പോവുക. 3.5 വർഷം നിങ്ങളുടെ ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനിപ്പോ നിങ്ങളെ വിട്ടിട്ട് പോകുകയാണ്. 3.5 വർഷം കൂടെ നടന്ന് ഉണ്ടു ഉറങ്ങി കഴിഞ്ഞ ശിഷ്യന്മാരുടെ യേശു കൂടെയാണ്, കുഞ്ഞുങ്ങളെ ഞാൻ പോവാ കേട്ടോ. നാച്ചുറലി ആർക്കാ ഇതൊരു ആശ്വാസവചനമാകുന്നത്? നോ, ഒരിക്കലും ഉണ്ടാകില്ല. 3.5 വർഷം കൂടെ നടന്ന യേശു പറയാണ്, ഞാൻ പോവുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. അപ്പോൾ ഹൃദയം കലങ്ങാതിരിക്കുന്ന എന്താ? ഇനി അതുമല്ല, ഞാൻ മാനുഷികമായി പറയുകയാണ്, മനുഷ്യ രീതിയിൽ. യേശു പോകുമ്പോ ഇവർക്ക് എന്തോ കൊടുത്തേച്ചായി പോകുന്നേ. എന്തെങ്കിലും കൊടുത്തേച്ച് പോവുകയാണെങ്കിൽ പിന്നെയും വേണ്ടുക, കുഞ്ഞുങ്ങളെ ഞാൻ പോവാ കേട്ടോ, പക്ഷെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളതെല്ലാം ഞാൻ ഇവിടെ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്കും ആവശ്യമുള്ളതെല്ലാം ഞാൻ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് തന്നേച്ച് ഞാൻ പോവാ കേട്ടോ, ബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. നമ്മുടെയൊക്കെ മാനുഷിക ചിന്ത അതാണല്ലോ. നമ്മൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് പിള്ളേർക്ക് ആവശ്യം, പിള്ളേർക്കും അടുത്ത തലമുറയ്ക്കും ഉള്ളതെല്ലാം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്നാലും നമുക്കൊരു മനസ്സമാധാനം. പിള്ളേർക്കും അതേ ഉള്ളൂ.
പണ്ടൊക്കെ ഓരോ ദിവസവും നോ ഇൻ ഏർലിയർ ഡേയ്സ് അടുത്ത നേരത്തെ ഭക്ഷണം എങ്ങനെയാ കൊടുക്കുന്നതെന്നുള്ളതായിരുന്നു നമ്മുടെ അപ്പച്ചന്മാരുടെ ഒക്കെ ചോദ്യം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കാം, പക്ഷെ പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കും? എഡ്യൂക്കേഷനൊക്കെ വലിയൊരു, പണ്ട് അതൊന്നും വിഷയമൊന്നും അല്ലായിരുന്നല്ലോ, സർക്കാർ സ്കൂളിൽ പഠിച്ചു നോക്കിയല്ലേ വളർന്നത്. ഇപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പഠിപ്പിക്കാവുന്ന കാര്യം വലിയ കാര്യമാണ്. പിന്നെ സമ്പാദ്യങ്ങൾ ഒത്തിരിയായി, മക്കൾക്കും സമ്പാദ്യങ്ങളായി. ദ ബിഗസ്റ്റ് പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ ദീസ് ഡേയ്സ് we make everything that is needed for our children and they have nothing to do. പണ്ട് കാലത്തൊക്കെ നമ്മളെ ആൾക്കാരൊക്കെ ഈ ബോംബെയിലും ദുബായിലും ഒക്കെ പോകുമ്പോഴൊക്കെ, പണ്ട് ബോംബെ ആണല്ലോ ഒരു പ്രധാനപ്പെട്ട സ്ഥലം. ബോംബെ പോകുമ്പോഴത്തേക്ക് അവര് ഒരു ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കും. കാര്യം അമ്മയ്ക്ക് സാരി പുറത്തിറങ്ങാൻ പോലും ഒരു സാരി പോലും ഇല്ലാത്ത സ്റ്റേജ് ഒക്കെയാ, ഇല്ലേ? ചെറുക്കൻ ശമ്പളം കിട്ടി ആദ്യത്തെ ഒരു ശമ്പളം, അമ്മയ്ക്ക് ഒരു സാരി. ഇപ്പോഴത്തെ പിള്ളേരോ, IT പ്രൊഫഷനിൽ ഒരു ചെറുക്കൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, അവന് ആദ്യത്തെ ശമ്പളം തന്നെ 1.25 ലക്ഷം രൂപ എങ്ങാണ്ടായിരുന്നു. അപ്പം അവനോട് ചോദിച്ചു, എടാ നിനക്ക്, അപ്പൊ അവൻ ഒരു വലിയൊരു പാർട്ടിയൊക്കെ നടത്തി പിള്ളേരെല്ലാം കൂടെ കൂടി അടിച്ച് പൊളിച്ച് ഒരു ടൂറും എല്ലാം സംഘടിപ്പിച്ച്, ഇപ്പോഴത്തെ പിള്ളേരതാണല്ലോ, ഒരു ഐഫോൺ 10X അതായിരിക്കും, എനിക്കറിയത്തില്ല, അതിന്റെ അപ്പുറത്തൊക്കെ ഉണ്ടായിരിക്കും, ഒക്കെ എല്ലാം വാങ്ങിച്ച് ഒരു ടാബും ഒക്കെ വാങ്ങിച്ച് 1.25 ലക്ഷം രൂപ അങ്ങ് പൊടിച്ചു ഓൾമോസ്റ്റ്. ഉടനെ എന്റെ കൂട്ടുകാരൻ ചോദിച്ചു, അവന്റെ കൂട്ടുകാരന്റെ മോനാ, എടാ നിനക്ക് ഈ നിന്റെ ശമ്പളം കിട്ടിയിട്ട് നീ നിന്റെ അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുത്തോടാ. ചെറുക്കൻ ചോദിച്ചെന്നറിയാം, അങ്കിളെ അമ്മയ്ക്ക് എന്തിനാ സാരി? അമ്മയ്ക്ക് എന്തുമാത്രം സാരി ഉണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് ഇത് സാരി എന്ന് പറഞ്ഞ ഒരു തുണിയാ. നമ്മളുടെ ഒക്കെ കാലയളവിലൊക്കെ ഒരു സാരി എന്നൊക്കെ പറയുന്നത് ഹൃദയമാണ്. ഞാൻ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ പിള്ളേരെ അങ്ങനെ വളർത്തിയപ്പോ പിള്ളേർക്കും അത്രയൊക്കെ ഉള്ളൂ, എല്ലാം ഉണ്ടല്ലോ. അതും മക്കൾക്ക് വേണ്ടതെല്ലാം നമ്മൾ ഒരുക്കി കൊടുത്തിരിക്കുക. അവൻ എന്തോ ചെയ്യാനാ? പണ്ടൊക്കെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആലോചിക്കുന്നത്, ഇനിയിപ്പം പപ്പായിക്ക് ഒരു വിശ്രമം കൊടുക്കണം, പിന്നെ വീടിന്റെ അവിടെ ഒക്കെ ചോരുന്നുണ്ട്, ഓടൊക്കെ ഒന്ന് മാറ്റിയിടണം, അന്നത്തെ കാലം. പിന്നെ പറ്റുമെങ്കിൽ ഒരു സ്കൂട്ടറോ വല്ലതും വാങ്ങിക്കണം, ഇങ്ങനെയുള്ള ചില്ലറ ആവശ്യങ്ങളൊക്കെ. പിന്നെന്താ ചെയ്യുന്നറിയാമോ? പിന്നെ അമ്മാച്ചന്റെ മോനും ഒരു പണിയും ഇല്ലാതിരിക്കുക, അവൻ എവിടെങ്കിലും ഒരു പണി ഒപ്പിച്ചു കൊടുക്കണം. പിന്നെ അയൽവക്കത്തെ നമ്മളെ പരമേശ്വരൻ പിള്ളയുടെ മോനെ, അവന് സ്കൂളിൽ പോയി ഫീസില്ല, ഞാൻ എന്ത് കഷ്ടപ്പെട്ടാ വളർന്നത്, അവന് ഫീസ് കൊടുക്കണം, എന്തെല്ലാം കാര്യങ്ങളാ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെങ്ങളെ കെട്ടിക്കണം, അനിയനെ പഠിപ്പിക്കണം. ഇന്നിപ്പോ ഇതൊന്നും വേണ്ടല്ലോ, കാര്യം നമ്മൾ ഇതെല്ലാം അവൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവൻ എത്ര ശമ്പളം കിട്ടിയാലും നമുക്ക് ആവശ്യമില്ലല്ലോ, കാര്യം നമ്മൾ അതുപോലെ സമ്പാദിച്ചു കൂട്ടി. ശരിയല്ലേ? ഞാൻ ഇടയ്ക്ക് കയറി പറയുക ഇതൊക്കെ. ഇന്നത്തെ നമ്മുടെ പ്രോബ്ലം ഇതാണ്. അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളോ എന്നൊക്കെ പറഞ്ഞു. എങ്ങനെ സ്വസ്നേഹികളാകാതിരിക്കുക? ആർക്കും ഒന്നും കൊടുക്കുകയും വേണ്ട, കൊടുക്കണമെന്നൊട്ട് പഠിപ്പിച്ചിട്ടുമില്ല. നിന്റെ കാര്യം നീ നോക്കിക്കണമെന്നല്ലേ നമ്മൾ പഠിപ്പിച്ചെന്നുള്ളൂ. അല്ലാതെ വല്ലവരുടെയും കാര്യം നോക്കണമെന്ന് പഠിപ്പിച്ചോ? ഇല്ലല്ലോ. പിന്നെ അവനങ്ങനെയല്ലേ ആകത്തുള്ളൂ. നമ്മളൊക്കെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചിട്ടുണ്ട്, ചിലർ കൊച്ചുമക്കൾക്ക് വരെയൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്. കൊച്ചുമക്കൾക്ക് വരെയൊന്നുമല്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ ഒരു സ്റ്റോറി, ബോംബെയിൽ ഒരു സേഠ്ജി, ഗുജറാത്തിയാ. അപ്പൊ അയാളുടെ ബിസിനസ് പല രാജ്യങ്ങളിലുണ്ട്. അപ്പൊ അയാള് ഒരു ദിവസം ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ ഞാൻ ഇനി ഒന്നും സമ്പാദിച്ചില്ലെങ്കിൽ എന്റെ എത്രാമത്തെ തലമുറയ്ക്ക് വേണ്ടിയുള്ളത് വരെ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. അയാൾ എല്ലാ കണക്കുകളെല്ലാം നോക്കി 3-4 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു, സേഠ്ജി ഇനി അങ്ങൊന്നും സമ്പാദിച്ചില്ലെങ്കിലും ഓൾറെഡി ഇങ്ങനെ ആ മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ വിട്ടുപിരിയുമ്പോൾ അവർക്ക് എന്തോ കൊടുത്തിട്ടാ പോയത്? നത്തിങ്.
ഒന്നുമില്ല. ഹ്യൂമൻലി സ്പീക്കിംഗ് ഹി ഗേവ് നത്തിങ്. വിളിച്ചപ്പോഴേതാണ്ട് കൊടുത്തു, അതുമില്ലല്ലോ. യേശുക്രിസ്തു ശിഷ്യന്മാരെ വിളിക്കുന്ന പാസേജസ് ഒക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ അവിടെ യേശു, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവര് 4-ാമത്തെ 18 മുതലുള്ള വാക്യങ്ങൾ, ഞാൻ വാക്യങ്ങളെല്ലാം വായിക്കുന്നില്ല. അവിടെ പത്രോസിനെയും അന്ത്രയോസിനെയും പിന്നെ അത് കഴിഞ്ഞിട്ട് യാക്കോബിനെയും യോഹന്നാനെയും എല്ലാം കണ്ടു വിളിക്കുന്ന ഭാഗം അവിടെയുണ്ട്. കർത്താവ് എന്താ പറഞ്ഞത്? എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അത് കഴിഞ്ഞപ്പോൾ യാക്കോബിനെയും യോഹന്നാനെയും കണ്ടു. 22-ാമത്തെ വാക്യത്തിൽ ഉടനെ അവരും പടകിനെയും അപ്പനെയും വിട്ട് അവരെ അനുഗമിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഇതേ ഭാഗത്തിന്റെ തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ കാണുമ്പോൾ അവര് യേശുവിനെ അനുഗമിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അവിടെ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ പത്രോസിനെ വിളിക്കുന്ന ഭാഗമാണ് നമ്മളവിടെ കാണുന്നത്. എന്നിട്ട് അവന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എല്ലാവരും ഉണ്ട്. അവരെല്ലാം കൂടെ വിളിക്കുകയാണ്. എന്നിട്ട് അവിടെ കാണുന്നതെന്നറിയാമോ? 11-ാമത്തെ വാക്യത്തിൽ, അപ്പം അവിടെ വലിയൊരു, ഈയിടെ ഒരു മെഗാ പ്രീച്ചറിന്റെ പ്രസംഗം കേട്ടതാ. അയാൾ പറഞ്ഞു 2020 സമൃദ്ധിയുടെ വർഷമാണ്. വേദപുസ്തകത്തിൽ ഞാൻ നോക്കി, സമൃദ്ധി മാത്രമേ ഉള്ളൂ വേദപുസ്തകത്തിൽ, വേറെ ഒന്നുമില്ല. പത്രോസ് മീൻ പിടിക്കാൻ പോയി, ഒന്നും കിട്ടിയില്ല. യേശുവിന്റെ പടകിൽ കയറി. എന്ത് സംഭവിച്ചു? 2 പടക് നിറച്ച്. അത് മാത്രമല്ല, വല കീറുമാറാകുവോളം, 2020 വല കീറുമാറാകുവോളം നിന്നെ നിറയ്ക്കാൻ പോകുകയാണ്, വല കീറുമാറാകുവോളം. ഇപ്പൊ എല്ലാവരുടെയും വല കീറിയിരിക്കുക. ഇത് മാത്രമേ പ്രസംഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് നീ അവിടെ പൈസ ഇടണം കേട്ടോ. നിന്റെ സ്വത്രകാഴ്ച ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വല കീറുമാറാകുവോളം നിനക്ക് തരും. വല കീറുമാറാകുവോളം. അവിടെ കൊണ്ട് പ്രസംഗം തിന്നു. ഇതാണ് മെഗാ പ്രീച്ചേഴ്സിന്റെ പ്രശ്നം. വല കീറുമാറാവോളം നിറച്ചു കഴിഞ്ഞിട്ട് ഈ കിട്ടിയ മീൻ അവരെന്തോ ചെയ്തു, അതവര് പറയത്തില്ല. പത്രോസ് പറഞ്ഞില്ല, കർത്താവേ ഞങ്ങൾ പോയി മീനൊക്കെ വിറ്റേ, ഇത്രയും മീനൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറച്ച് പൈസ ബാങ്കിൽ ഇട്ടിട്ട്, അത്യാവശ്യം പൈസ എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ ശരിയാക്കി, പിന്നെ ഒരു ഫിക്സഡ് ഇപ്പോ FD ഒക്കെ ഇട്ട് അത്യാവശ്യം ഇച്ചിരി പൈസ ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നിന്നെ അനുഗമിക്കാമെന്നാണോ എഴുതിയിരിക്കുന്നത്? 11-ാം വാക്യത്തിൽ, പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ഇതാ ഒരു മെഗാ പ്രീച്ചറും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. ആരെങ്കിലും ടെലിവിഷനിൽ, പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് സമൃദ്ധി തന്നിരിക്കും, പക്ഷെ സമൃദ്ധിയല്ല. മീന്റെ പുറകെ പോകരുത്. മീൻ പോട്ടെ, സകലവും വിട്ട് യേശുവിനെ അനുഗമിക്കുവാൻ എന്ന് ഏതെങ്കിലും ടെലിവിഷൻ പ്രീച്ചർ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ക്രൂസൈഡ് പ്രീച്ചർ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും മെഗാ പ്രീച്ചർ ഈ പാസേജ് എടുത്ത് വായിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവര് പ്രസംഗിക്കുന്നത് മറ്റൊരു യേശുവിനെയും മറ്റൊരു സുവിശേഷത്തെയുമാണ്. യേശു കർത്താവ് 3.5 വർഷം അവന്റെ കൂടെ നടന്ന വ്യക്തികൾക്ക് എന്തോ കൊടുത്തു. വിളിച്ചപ്പോൾ ഒന്നും കൊടുത്തില്ലെന്ന് തന്നെയല്ല, ഉള്ളതും കൂടെ കളഞ്ഞേച്ചാ അവര് പോയത്. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഒന്നും ഒന്നും അങ്ങോട്ട് കിട്ടിയെന്നുള്ളതല്ല. യേശു വിളിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ തരാം, ഇപ്പോഴാണല്ലോ എന്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു എല്ലാരും പ്രസംഗിക്കുന്നത്. യേശു പ്രസംഗിച്ചപ്പോ ഒരിക്കൽ പോലും എന്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. എപ്പോഴും പറഞ്ഞത് എന്ത് നഷ്ടപ്പെടുമെന്ന്. എന്ത് നഷ്ടപ്പെടുമെന്ന്. ബ്രദറെ അങ്ങനെയൊന്നുമല്ല, ബ്രദറിന്റെ വചനം അറിയാൻ വയ്യാഞ്ഞിട്ട് കേട്ടോ. കർത്താവ് പറഞ്ഞിട്ടുണ്ട് 100 മടങ്ങ് ഈ ഭൂമിയിൽ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടില്ലേ ബ്രദർ എന്ന് ചോദിക്കും. അത് മൊത്തം വായിച്ചിട്ടുണ്ടോ? എന്താ അവിടെ പറയുന്നത് അറിയാമോ? എന്റെ നിമിത്തം അപ്പനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ നിലങ്ങളെയോ സ്വന്തം ജീവനെ പോലെയും ഉപേക്ഷിക്കുന്നവന് നിത്യജീവനും ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങ്. 100 മടങ്ങ് എന്തോ കിട്ടും? കാശ് കിട്ടുമെന്നല്ല പറഞ്ഞത്. 100 മടങ്ങിന് അപ്പനെ കിട്ടും, അമ്മയെ കിട്ടും,
നിലങ്ങൾ, പ്രൊഫഷനെ കുറിച്ച് അവിടെ പറയുന്നത്. നിന്റെ പ്രൊഫഷൻ പോയാൽ വേറെ പ്രൊഫഷൻ കിട്ടും, സഹോദരങ്ങളെ കിട്ടും. എന്നാൽ ഈ പറയുന്ന ഏതെങ്കിലും മെഗാ പ്രീച്ചർ പറഞ്ഞിട്ടുണ്ടോ, കർത്താവേ എനിക്ക് 100 കണക്കിന് അപ്പന്മാരെ തരണേ, എനിക്ക് 100 കണക്കിന് അമ്മമാരെ തരണേ, കർത്താവേ എനിക്ക് 100 കണക്കിന് സഹോദരങ്ങളെ തരണേ? അത് നഷ്ടമാണ്. 100 കണക്കിന് തരുമെന്ന് പറഞ്ഞത് അതൊക്കെയാ തരുമെന്ന് പറഞ്ഞത്. എവിടെ ചെന്നാലും അപ്പനെ കിട്ടും, അമ്മയെ കിട്ടും, നമ്മൾ സംരക്ഷിക്കേണ്ടവരായ ആളുകളെ കിട്ടും, സഹോദരങ്ങളെ കിട്ടും, മക്കളെ കിട്ടും. എവിടെ ചെന്നാലും മക്കളെ കിട്ടും. അവരെ നോക്കണം, ചുമ്മാ പറ്റത്തില്ല. ഞങ്ങൾ ചിൽഡ്രൻ ഹോമിലൊക്കെ വളർന്ന പിള്ളേരൊക്കെ പല സ്ഥലങ്ങളിൽ, ഇപ്പോഴും ആഫ്രിക്കയിലാണെങ്കിലും, അവരിപ്പൊ എന്നെ വിളിക്കുന്ന വല്യപ്പച്ചാന്നാ, വോവോ സാജു എന്നാ. പക്ഷെ പണ്ടുണ്ടായിരുന്ന പിള്ളേരെല്ലാം വിളിച്ചുകൊണ്ടിരുന്നത് പപ്പ പപ്പ, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്നേ. നമ്മൾ വിളിക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല, പറഞ്ഞു വിളിപ്പിക്കുന്നൊന്നുമല്ല കേട്ടോ, പറഞ്ഞു വിളിപ്പിക്കുന്നൊന്നുമല്ല. ദമ്മോയിലെ ഞങ്ങൾ ചിൽഡ്രൻ ഹോമിൽ വളർന്ന ഒരു ചെറുക്കനുണ്ട്. അവന് MSW കഴിഞ്ഞപ്പോ PhDക്ക് പോവാ. അപ്പം ഞാൻ മധ്യപ്രദേശിൽ ചെല്ലുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇൻഡോറിൽ നിന്ന് ദമോയി വന്നു. ഞാൻ ചോദിച്ചു എന്തിനാണ് വന്നത്, മലയാളത്തിൽ ചോദിച്ചു. ഹിന്ദിക്കാരനാ, ബ്രാഹ്മണ. അപ്പൊ അവനോട് ചോദിച്ചു എന്താണ് വന്നത്, മലയാളത്തിൽ. അപ്പനെ കാണണ്ടേ, അപ്പനെ കാണണ്ടേ, അമ്മ എൻജിയെ, അമ്മ എൻജിയെ. ജീവിതത്തിൽ ഇതിക്കുള്ള എന്നാ ഭാഗ്യമാ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞത് അതൊന്നും ആർക്കും വേണ്ട, എല്ലാവർക്കും ഇങ്ങോട്ട് കിട്ടുന്നത് മതി. യേശു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഈ ശിഷ്യന്മാർക്ക് ഇത് വല്ലതും കൊടുത്തോ? എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചവർക്ക് സ്വാഭാവികമായി കഴിക്കാനും കുടിക്കാനും ഒക്കെ കിട്ടി. അവരാരും പട്ടിണി ഒന്നും കിടന്നില്ല. യേശു പട്ടിണി കിടന്നു, പക്ഷെ ഇവര് പട്ടിണി കിടന്നില്ല. എല്ലാം വിട്ടു വന്ന പത്രോസിന് കരം കൊടുക്കാൻ പോലും കാശില്ല. ഒടുവിനെ പോയി കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് മീന്റെ വായിൽ നിന്ന് ചതുർദ്രമ എടുത്തിട്ട് എനിക്കും നിനക്കും വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രോസിന് മാത്രമല്ല ഇല്ലാത്തത്, യേശുവിനും കരം കൊടുക്കാൻ കാശില്ലായിരുന്നു. അപ്പം പിന്നെ പത്രോസിന്റെ കാര്യം പറയണോ? ഇവിടെ യേശുവിന് തന്നെ കരം കൊടുക്കാൻ കാശില്ല, എങ്ങനെ ഉണ്ടാകും? യേശുവിനും കരം കൊടുക്കാൻ കാശില്ല. യേശു വിശന്നു, അത്തിപ്പഴമെങ്കിലും കിട്ടാൻ കൊതിച്ചു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്, യേശു തനിക്ക് വേണ്ടി തന്നെ ഒരിക്കലും അത്ഭുതം പ്രവർത്തിച്ചില്ല. മറ്റുള്ളവരുടെ കഷ്ടപ്പാട് കണ്ടപ്പോൾ അത്ഭുതം പ്രവർത്തിച്ചു. പക്ഷേ സ്വന്തം കാര്യം വന്നപ്പോൾ യേശു കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ 1000 കിലോമീറ്റർ ദൂരെ നിന്ന് അത്തിപ്പഴം പറന്നു വന്നവന്റെ വായി വന്ന് വീണന്. പക്ഷെ അന്ന് രാത്രിയിൽ അവൻ വിശന്ന വയറോടെ കിടന്നുറങ്ങി. കാര്യം അത്തിപ്പഴം ഒന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഹി വാസ് എ പൂർ മാൻ. യേശുവിന്റെ ശിഷ്യന്മാർ ആരും ഈ പറയുന്ന പോലെ ധനികരൊന്നും അല്ലായിരുന്നു. പണം മാത്രമല്ല ഇല്ലാതിരുന്നത്, പണമില്ലെന്നുള്ളത് ഒരു കാര്യം. യേശു ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയില്ല. ഭൂമിയിൽ അവനൊന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല, ബിനാമികളെ വെച്ച് ബിസിനസ് ചെയ്തില്ല. ആഫ്രിക്കയിൽ ഒരു സ്ഥലത്ത് ചെന്ന് ഞാൻ ഒരാളോട് സംസാരിച്ച കൂട്ടത്തിൽ അങ്ങേരെ എന്നോട് പറഞ്ഞു, എവിടെയാ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ ഞാൻ ഒരു ടൂറിസ്റ്റ് പ്ലേസിലെ ഒരു ഹോട്ടലുണ്ട്. ഞാൻ പറഞ്ഞു ആരുടെയാ? അതെ നാട്ടിലെ ഒരു പാസ്റ്ററുടേതാ, പുള്ളിയുടെ ബിനാമിയാണ്. നാട്ടിലെ പാസ്റ്റർ ആഫ്രിക്കയിൽ വരെ ബിസിനസ് ചെയ്യുക. ഇതൊക്കെ പുറത്ത് പറയുന്നത് എനിക്ക് തന്നെ നാണം കേടാ, ഇല്ലേ? ബിനാമികളെ വെച്ച് ബിസിനസ് ചെയ്തില്ല, ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല, ഇനി ഓർഗനൈസേഷൻ ഉണ്ടാക്കി ഹെഡ്ക്വാർട്ടേഴ്സ് പണിതില്ല. അവൻ കത്തീഡ്രൽ പോലുള്ള വലിയ സഭാഹോൾ പണിതില്ല, സ്ഥാപന ജംഗമ വസ്തുക്കളില്ല, സഭാഹോളില്ല, പാഴ്സനേജ് ഇല്ല. യേശു എന്തോ ഈ ശിഷ്യന്മാർക്ക് കൊടുത്തേച്ച് പോകുന്നത്? TV പ്രോഗ്രാം ഇല്ല, സ്പോൺസർമാരില്ല. യേശുവിനെ സ്പോൺസർ ചെയ്തിട്ട് ഞാൻ പോയാലും കുഴപ്പമില്ല, ഞാൻ സ്പോൺസേഴ്സിനെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാ പോകുന്നത്, അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നൊന്നും പറഞ്ഞിട്ടല്ലല്ലോ കർത്താവ് പോകുന്നത്. എന്തിന്? ദശാംശം കൊടുക്കാൻ വിശ്വാസികൾ പോലും ഇല്ല. ശിഷ്യന്മാർ വിശ്വാസത്തിന്റെ പേരിൽ വീട് വിട്ടിറങ്ങിയവരാ മിക്കവരും. തിരിച്ചു എന്നാൽ വീട്ടിൽ തന്നെ കയറണമെന്ന് നിർബന്ധമില്ല. ഇനി വീട്ടിൽ തിരിച്ചു എന്നാൽ അനിയന്മാരും അമ്മാച്ചന്മാരും മിക്കപ്പോഴും കയറ്റാൻ സാധ്യതയില്ല, കാര്യം അതൊക്കെ അവന്മാർ അടി മാറ്റിക്കൊണ്ട് പോയി കാണും. അപ്പോൾ തിരിച്ചെന്നാ പിന്നെ യഹൂദ സമുദായത്തിൽ ചെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവിടെയും കയറ്റത്തില്ല. ഇവിടെ പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട്. 10-20 വർഷം പെന്തിക്കോസിൽ പാസ്റ്റർ ആരെന്നൊക്കെ പറഞ്ഞ് നടന്നേച്ച് തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ മാതൃസഭയിലേക്ക് മടങ്ങി വന്ന ഒത്തിരി പേരുണ്ട്. മാതൃസഭയിലേക്ക് മടങ്ങി വന്നു. ഞാൻ ഹാർവസ്റ്റ് ടിവിയിൽ ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കും അറിയാം മാതൃസഭയിലേക്ക് മടങ്ങിപ്പോയ ഒരാള്. ആരാ? യൂദാസ്. കർത്താവിന്റെ കൂടെ 3.5 കൊല്ലം നടന്നിട്ട് മഹാപുരോഹിതന്റെ അടുത്ത് ചെന്നിട്ട് പറയാ, അത് മഹാപുരോഹിതനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ജീവിതത്തിൽ വലിയൊരു അബദ്ധം പറ്റി. ഒരു കെട്ടുറപ്പുമില്ലാത്ത യേശു എന്ന് പറഞ്ഞ ഒരുത്തന്റെ കൂടെ ഞാൻ പോയി. 3.5 കൊല്ലം എന്റെ നഷ്ടപ്പെട്ടു. ദയവായിട്ട് എന്നെ തിരിച്ചെടുക്കണം. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. അവനെ ഒറ്റിത്തരണമെങ്കിൽ അതും ചെയ്യാം. അങ്ങനെ ഒറ്റി കൊടുത്തിട്ട് പോയ പാർട്ടികളുണ്ട്. മാതൃസഭയിലേക്ക് മടങ്ങിപ്പോയവര്. ഇവരെങ്ങോട്ട് ചെല്ലും? ഇല്ലേ? മാതൃസഭയിലേക്ക് മടങ്ങിപ്പോയത്. ഇവരാരും മാതൃസഭയിലേക്ക് മടങ്ങിപ്പോകാൻ അങ്ങോട്ട് പോയവരല്ല. അവര് എന്നാല് യഹൂദ സമുദായക്കാരെ അവരെ തിരിച്ചു കേട്ടത്തില്ല. എന്നാൽ ഇതൊന്നും ശിഷ്യന്മാർക്ക് പ്രശ്നമല്ലായിരുന്നു. കാര്യം അവർ യേശുവിനെ കണ്ട് ഇറങ്ങിയവരാണ്. ഇപ്പോൾ പ്രശ്നം, അതായത് യേശുവിനെ കണ്ട് ഇറങ്ങിയതാ അവര്. 3.5 വർഷം അവർക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. യേശു കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്നറിയാമോ? ഇപ്പോഴത്തെ പ്രശ്നം, യേശു പറയാണ് ഞാൻ പോവുകയാണ്. ശരിക്കും അവരുടെ ഹൃദയം കലങ്ങിപ്പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്, ഇളയം നഷ്ടപ്പെട്ട ആളുകളെ പോലെ. എന്നാൽ യേശു പറയുന്ന വാക്കെന്താണ്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്തുകൊണ്ട്? നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല. ഹൃദയം കലങ്ങിപ്പോകേണ്ട കാര്യമില്ല. അവിടെ പറയുന്നത് എന്താണ്? ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ബിലീവ് ഇൻ മീ ആൻഡ് ബിലീവ് ഇൻ ഗാഡ് ആൻഡ് ഓൾസോ ഇൻ മീ. അത് വലിയ അർത്ഥസമ്പൂർണമായ കാര്യമാണ്. ഞാൻ പിന്നീട് അതിനെ കുറിച്ച് പറയാം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ സമയമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അവിടെ പറയുന്ന കാര്യം ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. കാരണം ഈ ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമ്മുടെയൊക്കെ ചിന്ത അതാണ്. എനിക്കും വിശ്വാസമുണ്ട് ബ്രദറെ, ദൈവം ഉണ്ടെന്നൊക്കെ എനിക്ക്. പിന്നെ ഒരു ദൈവം ഇല്ലാതിരിക്കുമോ? ഇതൊന്നും അല്ല വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഡേവിഡ് പോസൺ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹൗ മെനി ഓഫ് യു ബിലീവ് മീ എന്ന് അദ്ദേഹം ഒരു മീറ്റിംഗിന് ചോദിച്ചു. ഒരു മുന്നേ വരുന്ന ഒരു സ്ത്രീ കൈവക്കി പറഞ്ഞു യെസ്. ഡേവിഡ് പോസൺ പറഞ്ഞു, ക്യാൻ യു ജസ്റ്റ് put your sign on all your check leaves and give it to me. എന്നിൽ വിശ്വസിക്കുന്നതെന്നല്ലേ പറഞ്ഞു, എനിക്ക് എന്നെ വിശ്വാസം ഉണ്ടെന്നല്ലേ പറഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്യേ, നിങ്ങളുടെ ചെക്ക് ലീഫ് ഒപ്പിട്ട് എനിക്ക് ഇങ്ങ് തരാമോ? അപ്പൊ അത് പറഞ്ഞ അത് പറ്റത്തില്ല. പിന്നെന്തോ വിശ്വാസമോ? എടാ, വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏൽപ്പിച്ചു കൊടുക്കുക എന്നാണ് അർത്ഥം. നീ എന്തു വേണമെങ്കിലും ചെയ്തോ എന്ന് പറയുന്നതാണ് ശരിക്കും വിശ്വാസം. അല്ലാതെ ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കാര്യമല്ല. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. വിശ്വസിച്ചു കഴിഞ്ഞപ്പോ എന്തുവാ? വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ അവനെല്ലാം ദൈവം കൊടുത്തു എന്നല്ല, വിശ്വസിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു നിന്റെ മോനെ ഇങ്ങ് തരാൻ. നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവം നിനക്ക് എല്ലാം കൂടെ തരികല്ല, നിനക്ക് ഉള്ളതുകൂടെ എടുക്കുക മിക്കപ്പോഴും. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. കാരണം യാഗമർപ്പിച്ചാണ് അവൻ കർത്താവിന്റെ പിന്നാലെ പോയത്. യാഗമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥാവകാശം കൈമാറുക എന്നാണ്. ഞാൻ അതിനെക്കുറിച്ച് ഇന്ന് പറയുന്നില്ല. എങ്കിലും ഉടമസ്ഥാവകാശം, യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. എന്താ അതിന്റെ അർത്ഥം? എന്റെ ഉടമസ്ഥൻ യേശുവാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഞാൻ അത് ഏറ്റുപറയുമ്പോഴാണ് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നത്. അവിടെ കർത്താവ് പറയാണ്, ദൈവത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു വിശ്വാസമുണ്ട്, എന്നാൽ എന്നിലും നിങ്ങൾ വിശ്വസിപ്പീൻ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിങ്ങളുടെ ദൈവം എന്റെ പിതാവാണ്. 2-ാമത്തെ വാക്യത്തിൽ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അത് നിങ്ങൾ അറിയണം. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഹൂ ഈസ് ജീസസ് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ് ഞാൻ. ഇപ്പോൾ ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നാൽ പോകുമ്പോൾ നിങ്ങളെ അനാഥരായി വിടുകയല്ല, ഞാനും പിതാവും ഒന്നാകുന്നു. ജീസസ് ഈസ് ഗോഡ്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ
ആ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എന്തുകൊണ്ടാ കലങ്ങിപ്പോകരുതാത്തത്? കാര്യം പിതാവിന്റെ ഭവനം. നമ്മുടെ പ്രത്യാശയുടെ ഉറവിടം എന്ന് പറയുന്നത്, നമ്മുടെ പ്രത്യാശയുടെ ഉറപ്പെന്ന് പറയുന്നത് ഭൂമിയിലെ വസ്തുവകകളല്ല, ഓർഗനൈസേഷൻ അല്ല, കസേരയല്ല, സ്ഥാനമല്ല, ഇതൊന്നുമല്ല. ഹൃദയം കലങ്ങി പോകാതിരിക്കണമെങ്കിൽ പിതാവിന്റെ ഭവനത്തെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായിരിക്കും. നമ്മൾ ഇന്നത്തെ വലിയ പ്രശ്നം അതാ. നിത്യതയുടെ ദർശനമില്ലാതെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഭൂമിയിൽ എന്തെങ്കിലും കിട്ടുന്ന കാര്യങ്ങളാ. മെഗാ പ്രീച്ചേഴ്സ് എല്ലാം പ്രസംഗിക്കുന്നത് ഭൂമിയിലെ കാര്യങ്ങളാണ്. ഇപ്പോൾ, ഇവിടെ, ഇപ്പോൾ തന്നെ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ തന്നെ ഒന്നുമല്ല, അപ്പോഴത്തെ കാര്യമാണ് പ്രസംഗിക്കേണ്ടത്, ഇപ്പോഴത്തെ കാര്യമല്ല. എന്റെ പിതാവിന്റെ ഭവനത്തിൽ യേശു പറഞ്ഞില്ല ഞാൻ പോയാലും നിങ്ങളെ സമൃദ്ധിയായി വല്ല കീറുമാറാകുമെന്ന് തരാമെന്നൊന്നും പറഞ്ഞൊന്നുമില്ല. നിങ്ങൾ ഇനി നോക്കേണ്ടത് എങ്ങോട്ടാണെന്നറിയാമോ? ഇതുവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഇനി നിങ്ങൾ പിതാവിന്റെ ഭവനത്തിന് വേണ്ടി കാത്തിരിക്കണം. നിങ്ങളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ, നാളെ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. പിതാവിന്റെ ഭവനമാണ് എന്റെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാനുള്ള കാരണം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ഹോപ്പ് എവിടെയാണ്? പ്രത്യാശ എവിടെയാണ്? എന്തുകൊണ്ടാണ് നമ്മൾ സന്തുഷ്ടരായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയം കലങ്ങാത്തത്? പിതാവിന്റെ ഭവനത്തെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ എന്റെ ഹൃദയം കലങ്ങത്തില്ല. എനിക്ക് ചെല്ലാൻ ഒരു സ്ഥലമുണ്ട്, എനിക്കൊരു ഭവനമുണ്ട്. അതായിരുന്നു പഴയ നിയമ വിശുദ്ധന്മാരുടെ എല്ലാം പ്രത്യാശ. അവർക്കൊരു ഭവനമുണ്ട്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണത്തിനായിട്ട് അവർ കാത്തിരുന്നു. അപ്പൊ എന്റെ പ്രത്യാശയുടെ ആ പൂർത്തീകരണം എന്ന് പറയുന്നത് പിതാവിന്റെ ഭവനമാണ്, ഭൂമിയിലെ വസ്തുക്കളല്ല. ഇന്ന് രാത്രിയിൽ ഭൂമിയിലെ വസ്തുക്കളിൽ ആശ്രയിക്കുന്നവരുടെ ഒക്കെ ഹൃദയം കലങ്ങിപ്പോകും. ഒത്തിരി ഒത്തിരി പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന പല കാര്യങ്ങളും കൊറോണ തകർത്ത് കളഞ്ഞില്ലേ? പക്ഷേ കൊറോണയ്ക്ക് പ്രവേശിക്കാൻ പറ്റാത്ത, കൊറോണയ്ക്ക് തകർക്കാൻ പറ്റാത്ത, മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ പോലും ഒരു ബോംബിനും പൊട്ടിക്കാൻ കഴിയാത്ത ഒരു പട്ടണം എന്റെ പിതാവ് ഒരുക്കിയിട്ടുണ്ട്. ആ ഭവനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനാണ് ഞാൻ. എന്റെ ഹൃദയം കലങ്ങി പോകത്തില്ല. ആകാശം ഇടിഞ്ഞു വീണാലും ഭൂമി കലങ്ങിയാലും എന്റെ ഹൃദയം കലങ്ങത്തില്ല. കാരണം ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നത് എന്റെ പിതാവിന്റെ ഭവനത്തിലാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.